പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നല്ല ദൈവമേ, എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആനന്ദകരമായി തീരുന്നില്ല, അതൊരു പ്രവൃത്തിയായിട്ട് മാറ്റുന്നു. എന്നാൽ അതൊരു അനുഭവമായി മാറിയാൽ മാത്രമേ ഞങ്ങൾക്കിത് ആനന്ദകരമാകുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രാർത്ഥന ഒരനുഭവമാക്കി മാറ്റുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥന അനുഭവമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ നവീകരിക്കുവാനായിട്ട്, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന പലപ്പോഴും നമുക്ക് ഒരു അനുഭവമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുന്നില്ല. വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന ഒരു അനുഭവമായി മാറണം. പ്രാർത്ഥന പലപ്പോഴും നമുക്കൊരു പ്രവൃത്തിയാണ്, ഒരു പ്രവൃത്തി മാത്രം. അത് പ്രവൃത്തിയായാൽ പോരാ, അത് നമുക്കൊരനുഭവമായിട്ട് മാറണം. അവിടെ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാനത് വ്യക്തമാക്കുവാനായിട്ട് നിങ്ങളോടൊരു തത്വം പറയാം. അതായത്, ഈ ലോകത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും. ആത്മീയരായ മനുഷ്യർ, ഭൗതികരായ മനുഷ്യർ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അത് ഏത് മതത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും വിശ്വാസമില്ലാത്തവരും എല്ലാവരും, നമുക്ക് രണ്ട് തരത്തിലുള്ള മനുഷ്യർ. ഒരു ഭൗതികർ, ആത്മീയർ. ഭൗതികർ അവരെപ്പോഴും സൃഷ്ടവസ്തുക്കളിലേക്കാണ്, സൃഷ്ടിയിലേക്കാണ് അവർ ശ്രദ്ധ ഊന്നിയിരിക്കുന്നത്. സൃഷ്ടിയെ നേടുവാനായിട്ട് സൃഷ്ടിയോടൊപ്പം, സൃഷ്ടി മാത്രം, സൃഷ്ടാവിനെ അവർ വിസ്മരിക്കുന്നു. എന്നാൽ ആത്മീയരായ മനുഷ്യർ എപ്പോഴും സൃഷ്ടാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ജീവിക്കുന്നു. ഇനി ഈ ഭൗതിക മനുഷ്യർ പ്രാർത്ഥിക്കുന്നില്ല എന്നൊന്നും അർത്ഥമാക്കുന്നില്ല. ഈ സൃഷ്ടിയിലേക്ക് ശ്രദ്ധയൂന്നി ജീവിക്കുന്ന ഈ ഭൗതിക മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം, ഒന്നുമില്ല, അവർ പഠിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ കുടുംബത്തിൽ പാലിക്കുന്ന ചില പ്രാർത്ഥനകൾ, അവർ വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കും, അവർ ദേവാലയത്തിൽ പോകും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ അവരുടെ ജീവിതവും പ്രാർത്ഥനയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരുപക്ഷെ ഏറ്റവും കൃത്യമായിട്ട് ദേവാലയത്തിൽ പോകുന്നവരായിരിക്കാം. ദീപലിയുടെ സമയത്തൊക്കെ അവർ അതിൽ പങ്കെടുക്കും, പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ നോക്കും, അതിനൊക്കെ നേതൃത്വം കൊടുക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് സൃഷ്ടാവുമായിട്ട്, ദൈവവുമായിട്ടൊരു ബന്ധമില്ല. അവർ ഒരു കടമയായിട്ട്, ഒരു പ്രവൃത്തിയായിട്ട് അതിനെ മാറ്റുന്നു. പക്ഷേ ആത്മീയരായിട്ടുള്ള മനുഷ്യർ എന്ത് കാര്യത്തിലും, ചെറുതും വലുതുമായ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കും. അവിടെ അവർക്കെന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയോ, ഒരു തകർച്ച വന്നോ, ഒരു രോഗം വന്നോ, ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായോ, കെടുതിയുണ്ടോ, എല്ലാം അവർ ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് അവർ അതിന് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ സാധിക്കും. അതാണ് ആത്മീയർ ആയുള്ള മനുഷ്യർ. അവരെപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും ദൈവത്തോട് കൂടി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അത് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ആ ഒരു ശിശു വളരുന്ന ആ നിമിഷം മുതൽ, ജനിക്കുന്ന ആ നിമിഷം മുതൽ അവർ ആ കുടുംബം മുഴുവനും ഇങ്ങനെ ആത്മീയമായിട്ട് കുട്ടികളെല്ലാം വളർത്തുവാനായിട്ട് പരിശ്രമിക്കും. ഒരു കുടുംബത്തിൽ ഒരു നവദമ്പതിമാർ, ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ ആദ്യം ആ ശിശു രൂപപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ട അന്ന് മുതൽ രണ്ടുപേരും എല്ലാ ദിവസവും ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നവർക്ക് ഒത്തിരി കുട്ടികളുണ്ട്. വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. എല്ലാം അവിടെ തുടങ്ങുന്നതാണ് ആത്മീയ പരിശീലനം, ആത്മീയത. ഉദരത്തിൽ കുട്ടി രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അവർ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തും. വേറൊരു ഭവനത്തിൽ ചെന്നപ്പോൾ കണ്ട ഒരു സംഭവം, ശരിക്കും അക്ഷരാർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞു, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. 3 കുട്ടികളുണ്ട്. 4ാമത്തെ കുഞ്ഞിനെ
അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുകയാണ്. സന്ധ്യാവേളയിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ 3 കുട്ടികളും തങ്ങളുടെ കൈകൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വളരുന്നത് തങ്ങളുടെ അനുജനായാലും അനുജത്തിയായാലും വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് പുറത്തു വരുവാനും അങ്ങനെ ഈശോയുടെ ഒരു നല്ല കുഞ്ഞായിട്ട് വളർന്നു വരുവാനും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവർ പരസ്പരം സ്തുതി കൊടുക്കുന്നു, ചുംബനം കൊടുക്കുന്നു. ആ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലും ആ കുഞ്ഞുങ്ങൾ ചുംബനം കൊടുത്തുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുവാവായെ അപ്പോഴേ മുതൽ സ്നേഹത്തിൽ വളർത്തുകയാണ്. എത്രയോ മനോഹരമായ ഒരു ചിത്രം. അതാണ് ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയരായുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഒരു ശിശു അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ ആത്മീയതയിൽ വളരുവാനായിട്ടും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കും. ഒന്നിനും ദൈവമില്ലാതെ അവരുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥമില്ല. അതുപോലെ എല്ലാത്തിനെയും ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് അവർ പരിശ്രമിക്കും. അതാണ് ആത്മീയരായുള്ള മനുഷ്യർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. അവർക്കൊന്നിനെയും കുറിച്ചും പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. എന്ത് സംഭവിച്ചാലും ദൈവമറിയാതെ ഇവിടെ ഒരു പുൽനാമ്പ് പോലും ചലിക്കില്ല എന്ന ആഴമായ ബോധ്യം അവർക്കുണ്ട്. എല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. ഇനി ഈ ദൈവ അനുഭവം, ഞാൻ പറഞ്ഞു, ദൈവ അനുഭവം, നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഒരു പ്രവൃത്തിയാകുന്നു, അത് അനുഭവമായി മാറുന്നില്ല. എന്താണ് ഈ ദൈവാനുഭവം? എന്താണ് പ്രാർത്ഥന? അതിന് നമുക്ക് ഒത്തിരിയേറെ നിർവചനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലവിങ് കോൺവെർസേഷൻ വിത്ത് ജീസസ്. ഈശോയുമായുള്ളൊരു സ്നേഹ സംഭാഷണമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. ദൈവത്തെ അനുഭവിക്കുന്നതാണ്, ദൈവവുമായിട്ട് സ്നേഹം പങ്കിടുന്നതാണ്, ദൈവസ്നേഹം സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒത്തിരി നിർവചനങ്ങൾ നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച്, ദൈവാനുഭവത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം ഒരു മനോഹരമായ ഒരു നിർവചനം കാണുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയവികാരങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പകരുന്നതാണ് പ്രാർത്ഥന. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. എൽഖാനയുടെ ഭാര്യയായ ഹന്ന, അവൾക്ക് മക്കളില്ല. അവൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അവളുടെ ചുണ്ടുകൾ മാത്രം ചലിക്കുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് വരുന്നതേയില്ല. 1 സാമുവേൽ 1:12 മുതൽ 16 ഉള്ള വാക്യങ്ങളിൽ നാം ഇത് കാണുന്നത്. അപ്പോൾ ഏലി ദേവാലയത്തിൽ നിന്ന് ഇവളെ വീക്ഷിക്കുകയാണ്. ഏലി വീക്ഷിക്കുമ്പോൾ ഇവളുടെ ചുണ്ടുകൾ അനങ്ങുന്നല്ലാതെ സ്വരമൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഏലി വിചാരിച്ചു ഇവള് വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ട് വന്നിരുന്ന് പെറുപെറുക്കുന്നതാണെന്ന്, കോഷ്ഠി കാണിക്കുന്നതാണ്. ഏലി അവളെ ശകാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഏലി പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തയായിട്ട് വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ട് ഇങ്ങനെ ഇരിക്കും? പുട്ട് ഔട്ട് യുവർ വൈൻ. നീ നിൻ്റെ ഈ വീഞ്ഞ്, ഈ മദ്യപാനമൊക്കെ ഒന്ന് നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് ശകാരിക്കുകയാണ്. അപ്പോൾ അന്ന ഏലിയോട് പറയുന്നു, എൻ്റെ നാഥ, ഈ ഉള്ളവളെ അങ്ങനെയായിട്ടൊന്നും കണക്കാക്കരുത്. ഞാൻ വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മുന്നിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. കർത്താവിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുന്നിൽ ഹൃദയവികാരങ്ങൾ പകരുകയാണ്. പ്രാർത്ഥന ദൈവത്തിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മുന്നിൽ ഹൃദയവികാരങ്ങൾ പകരുന്നതാണെങ്കിൽ എത്ര സമയമാണ് നമ്മുടെ പ്രാർത്ഥന? അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയവികാരങ്ങൾ എന്തു തന്നെയാണോ അത് തമ്പുരാൻ്റെ മുന്നിൽ പകരുമ്പോൾ അത് പ്രാർത്ഥനയാകുന്നു. ചിലപ്പോൾ വേദനയുടേതായിരിക്കാം, ചിലപ്പോൾ സന്തോഷത്തിൻ്റേതായിരിക്കാം, ചിലപ്പോൾ അത് കോപത്തിൻ്റേതായിരിക്കാം, ചിലപ്പോഴത് യാചനയുടേതായിരിക്കാം. എന്തു തന്നെയായാലും നമ്മുടെ ഹൃദയവികാരങ്ങൾ അതായത് വേറൊരു തരത്തിൽ അല്പം കൂടി കൃത്യതയോടുകൂടി പറയുകയാണെങ്കിൽ, നിഷ്കളങ്കനും നീതിമാനുമായ ഒരു വ്യക്തിയുടെ ഹൃദയവികാരങ്ങൾ എന്തു തന്നെയായാലും അത് ദൈവം മുമ്പിൽ പകരുമ്പോൾ അതാണ് പ്രാർത്ഥന. അതാണ് യഥാർത്ഥ പ്രാർത്ഥന.
നിഷ്കളങ്കനും നീതിമാനുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹൃദയവികാരങ്ങൾ ചിലപ്പോൾ അത് സന്തോഷമാകാം, ചിലപ്പോൾ അത് പരാതിയാകാം, ചിലപ്പോൾ വേദനയാകാം, ചിലപ്പോഴത് കോപമാകാം. എന്തായാലും അത് ദൈവത്തിന് മുമ്പിൽ പകരുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറുന്നു. നമുക്ക് നോക്കാം, കുരിശിലേക്ക് നോക്കാം. ഈശോ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥന, ഏലി ഏലി ലെമാ സബ്ഖാനി, മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇതൊരു നിരാശയുടെ നിലവിളിയാണോ? തീർച്ചയായിട്ടുമല്ല. ഇതൊരു നിരാശയുടെ നിലവിളിയല്ല. ദാവീദ് ഏറ്റവും അധികം വേദനയിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മനോഹരമായ ഒരു സങ്കീർത്തനത്തിൻ്റെ രൂപത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ രൂപപ്പെട്ടു. സങ്കീർത്തനം 22:1, ഏലി ഏലി ലെമാ സബ്ഖാനി, മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. സങ്കീർത്തനമാണ് കുരിശിൽ കിടന്നുകൊണ്ട് വേദനയുടെ നിമിഷങ്ങളിൽ ഈശോ ഉച്ചരിച്ചത്. സങ്കീർത്തനം 22:1. നമ്മുടെ ജീവിതത്തിലും വേദനയുടെ നിമിഷം ഉണ്ടാകുമ്പോൾ നാം തമ്പുരാനോട് പറയുന്ന എന്തു തന്നെയായാലും അതൊരു പ്രാർത്ഥനയാണ്. വേദനയോടുകൂടി നമ്മൾ നീതിമാന്മാരും നിഷ്കളങ്കന്മാരിക്കണം. വേദനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. വീണ്ടും വേറൊരു പ്രാർത്ഥന, ഹൃദയവികാരങ്ങൾ പകരുന്നത് വേറൊന്ന് നമ്മൾ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ബർത്തേമിയൂസ് എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ഈശോ വലിയൊരു ജനക്കൂട്ടത്തോടൊപ്പം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു മനുഷ്യരോട്, ആരാണ്, എന്താണ് ഈ പോകുന്നത്? അവർ പറയുന്നു അത് നസ്രായനായ ഈശോയാണെന്ന്. നസ്രായനായ ഈശോയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. നടന്നു പോകുന്നവർ പറഞ്ഞു, മിണ്ടാതിരിടാ, ശബ്ദം ഉണ്ടാക്കാൻ, ചുപ്ചാപ്പ് മിണ്ടാതിരിക്കാൻ. പക്ഷേ അവൻ അതുകൊണ്ടൊന്നും കാര്യമാക്കുന്നില്ല. അവൻ ഓൾ ദ മോർ ലൗഡ്ലി, ഉച്ചത്തിലാവൻ പറയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഈശോ വരുന്നു, അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? അവൻ പറയുന്നു, എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. ഈശോ അവനെ സുഖപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, പോറിങ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ബിഫോർ ദ ഗോഡ്. കർത്താവിൻ്റെ മുന്നിൽ തൻ്റെ ഹൃദയവികാരങ്ങൾ പകരുന്നു. ഇതൊരു യാചനാ പ്രാർത്ഥനയാണ്. നമ്മൾ എത്രയോ യാചനാ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അതിന് ഫലം കാണുന്നില്ല. കാരണം എന്താണ്? അത് ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ പകരുന്നില്ല. ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ പകരുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും, ഈശോ ആ പ്രാർത്ഥന കേൾക്കും. ഇവിടെ അവൻ്റെ യാചനാ പ്രാർത്ഥന അത് ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ പകരുന്നതായപ്പോൾ കർത്താവ് അത് കേട്ടു. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപിനിയായ സ്ത്രീ, അവൾ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധവുമായിട്ട് ഈശോയുടെ അടുത്ത് വരികയാണ്. ഈശോ ഒരു ഫരിസേയൻ്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോൾ അവൾ വന്ന് തൻ്റെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, അങ്ങനെ ചുംബിക്കുന്നു, തൈലം പൂശുന്നു. മനോഹരമായൊരു പ്രാർത്ഥനയാണ്, അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അവിടെ യാതൊരു ശബ്ദവുമില്ല, ഒരു ശബ്ദവുമില്ല. പക്ഷേ അനുതാപം, പാപിനിയായ സ്ത്രീ അവളുടെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ആ അനുതാപം കണ്ണുനീരായിട്ട് രൂപാന്തരപ്പെടുന്നു. ആ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ തുടയ്ക്കുന്നു, അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, ചുംബിക്കുന്നു, തൈലാഭിഷേകം ചെയ്യുന്നു. പ്രവൃത്തി മാത്രം ഒന്നുമില്ല. മനോഹരമായ പ്രാർത്ഥന, ഹൃദയവികാരം തമ്പുരാൻ്റെ മുന്നിൽ പകരുന്നു. അനുതാപത്തിൻ്റേതായ ഹൃദയവികാരങ്ങൾ ഈശോയുടെ മുന്നിൽ പകരുകയാണ്. അങ്ങനെ പകർന്നപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവനെ ക്ഷണിച്ച ഫരിസേയൻ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ എത്ര കരിയാണെന്നും ഇവനെ സ്പർശിക്കുന്ന ആരാണെന്നും മനസ്സിലാക്കുമായിരുന്നല്ലോ എന്നൊക്കെ. പന്തിയിലിരുന്ന് മറ്റുള്ളവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈശോ പറഞ്ഞു, നിൻ്റെ പാപം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോകുക. ഹൃദയവികാരങ്ങൾ കർത്താവിന് മുന്നിൽ പകരുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ വരികയാണ് ഈശോയുടെ അടുത്ത്. കുഷ്ഠരോഗികൾ വന്ന് സുഖം പ്രാപിക്കുവാനായിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളെ തന്നെ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. പോകും വഴി അവർ സുഖം പ്രാപിച്ചു.
സുഖം പ്രാപിച്ചു എന്ന് മനസ്സിലായപ്പോൾ അതിലൊരുവൻ ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്. അവൻ്റെ ആ സന്തോഷം അവൻ അടുക്കാൻ സാധിച്ചില്ല. പോറിങ് ഔട്ട് ദ സോൾ ബിഫോർ ദ ലോർഡ്. അവൻ്റെ ഹൃദയവികാരം കർത്താവിന് മുന്നിൽ പകരുകയാണ്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നു. ഓക്കെ, നമ്മുടെ ഹൃദയവികാരം എന്തു ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ അത് പ്രകടിപ്പിക്കുക, അനുതാപമായിക്കോട്ടെ അത് പ്രകടിപ്പിക്കുക, ദുഃഖമായിക്കോട്ടെ അത് പ്രകടിപ്പിക്കുക, യാതനയായിക്കോട്ടെ, ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുക. അപ്പോൾ അത് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടും. ഇനി വീണ്ടും വളരെ രസകരമായൊരു പ്രാർത്ഥന ഞാൻ പറയാം. അത് യോനായുടെ പ്രാർത്ഥനയാണ്. യോനായുടെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ്. ഇവിടെ 4-ാം അധ്യായത്തിൽ, യോനായുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യോന കർത്താവിനോട് കോപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്കറിയാം യോനായ്ക്ക് നിനിവേയിലേക്ക് വരുവാനായിട്ട് അല്പം പോലും താല്പര്യമില്ലായിരുന്നു. കാരണം ദൈവം അവരെ ശിക്ഷിക്കില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അല്പം പോലും താല്പര്യമില്ലായിരുന്നു. എന്നാലും ദൈവം കൊണ്ടുവന്നു. അവൻ പ്രസംഗിച്ചു. ഒരു സ്ഥലം മുതൽ മറ്റേ അറ്റം വരെ പ്രസംഗിച്ചു. ഇന്നേക്ക് 40-ാം ദിവസം നിനിവേ നഗരം നശിപ്പിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ട് ആ നിനിവേ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്ന് അവനിങ്ങനെ അതിനെ നിരീക്ഷിക്കുകയാണ്. ദൈവം അപ്പോൾ ഒരു ചെടിയെ മുളപ്പിച്ചു. ആ ചെടി അവന് തണലും ആശ്വാസമെല്ലാം ഏകി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പുഴു വന്ന് ആ ചെടിയെ മുറിച്ച് കളഞ്ഞു. അപ്പോഴവൻ കോപിക്കുകയാണ്, ദൈവത്തോട് കോപിക്കുകയാണ്. ദൈവം യോനായോട് ചോദിച്ചു, നീ എന്തിനാ കോപിക്കുന്നത്? അവൻ പറയുന്നു, എനിക്ക് കോപിക്കാൻ കാരണമുണ്ട്, മരണം വരെ കോപിക്കാൻ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നു, യോനായുടെ കോപം ഒരു പ്രാർത്ഥനയാണ്. യോനായുടെ കോപം ഒരു പ്രാർത്ഥനയാണ്. കാരണം നീതിമാനും നിഷ്കളങ്കനുമായൊരു വ്യക്തിയുടെ ഹൃദയവികാരങ്ങൾ ദൈവത്തിനു മുമ്പിൽ പകരുന്നതാണ്. അത് പ്രാർത്ഥനയാണ്. ഇവിടെ യോന ഒരു നീതിമാനും നിഷ്കളങ്കനുമായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയവികാരം കോപമായിട്ട് ദൈവത്തിനു മുമ്പിൽ പകരുമ്പോൾ അത് പ്രാർത്ഥനയാണ്. നിങ്ങൾ നീതിമാന്മാരും നിഷ്കളങ്കരുമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് കോപിക്കാം, അതൊരു പ്രാർത്ഥനയാണ്. പക്ഷേ നോട്ട് ടു എനി ഹ്യൂമൻ ബീയിങ്. മനുഷ്യരോട് കോപിക്കരുത്. മനുഷ്യരോട് കോപിച്ചാൽ അത് പാപമാകും. ദൈവത്തോട് കോപിച്ചാൽ പ്രാർത്ഥനയാകും, മനുഷ്യരോട് കോപിച്ചാൽ പാപമാകും. എന്നാൽ ഇത് ഹൃദയവികാരങ്ങൾ ദൈവത്തിരുമുമ്പിൽ പകരുകയാണ്. പ്രിയ മക്കളെ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയവികാരങ്ങൾ ദൈവത്തിനു മുമ്പിൽ പകരുന്നതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും, നമ്മുടെ ഹൃദയത്തിലെ ഓരോ വികാരങ്ങളും ദൈവത്തിൻ്റെ മുന്നിലേക്ക്, തമ്പുരാൻ മുന്നിലേക്ക് പകരുമ്പോൾ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാം പ്രാർത്ഥനയായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അമ്മ ത്രേസ്യ തൻ്റെ മക്കളോട് പറയാറുണ്ടായിരുന്നു, അവളിങ്ങനെ കിച്ചണിലെല്ലാം ജോലി ചെയ്യുമ്പോൾ, മക്കളെ, ഈ കിച്ചണിൽ ഈ ചട്ടിയുടെയും കലത്തിൻ്റെ എല്ലാം പിന്നിലും ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയെല്ലാം നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു, പറമ്പിൽ ജോലി ചെയ്യുന്നതായിരിക്കോട്ടെ, ഗാർഡനിൽ ജോലി ചെയ്യുന്നതായിരിക്കോട്ടെ, വസ്ത്രം കഴുകുന്നതായിക്കോട്ടെ, എല്ലായിടത്തും ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. എല്ലാം നമ്മൾ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തണം. എൻ്റെ തത്വശാസ്ത്ര പഠന കാലഘട്ടത്തിൽ ഞാൻ ഇൻഫർമേറിയനായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒത്തിരി വല്യച്ഛന്മാരിങ്ങനെ സുഖമില്ലാതെ പ്രായാധിക്യത്തിൽ കഴിയുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മരുന്ന് കൊടുക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. ഞങ്ങൾ സാധാരണ രാത്രി ഒരു 11 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പരീക്ഷാ സമയത്ത് 12 മണി വരെ ഇരുന്ന് പഠിക്കുവാനുള്ള അനുവാദമുണ്ട്. ഒരു ദിവസം 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ വല്യച്ഛന്മാരുടെ എല്ലാ മുറികളിലൂടെ ഞാൻ പോവുകയാണ്. അവർ എല്ലാവരും നന്നായി സുഖമായിരിക്കുന്നു, ഉറങ്ങുന്നുവെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ പോയി അതിലെല്ലാം ഒന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ സുപ്രസിദ്ധ കവിയും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള ഹെർമാനച്ചൻ്റെ മുറിയിൽ ചെല്ലുകയാണ്. ഹെർമാനച്ചനെ അറിയാത്തവരാരെങ്കിലും കേരളക്കരയിൽ അല്ലെങ്കിൽ ഒരു ആത്മീയതയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മ ത്രേസ്യയുടെയും യോഹന്നാൻ ക്രൂസിൻ്റെയും കൊച്ചു ത്രേസ്യയുടെയും എല്ലാം എഴുത്തുകളും അവരുടെ പുസ്തകങ്ങളെല്ലാം സ്പാനിഷിൽ നിന്നും അതുപോലെ ഫ്രഞ്ചിൽ നിന്നെല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത
മലയാളക്കരയെ ഒത്തിരിയേറെ ആത്മീയമായിട്ട് ഉത്തേജനം നൽകിയ ഒരു വലിയ പണ്ഡിതനും വിശുദ്ധനുമായൊരു വ്യക്തിയാണ് ഹെർമാനച്ചൻ. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാമപ്രാർത്ഥന ചൊല്ലുകയാണ്. ഞാൻ ചോദിച്ചു, ഫാദർ സ്റ്റിൽ യു ആർ പ്രേയിങ്? ഇപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കുകയാണോ? അദ്ദേഹം ഇങ്ങനെ എന്നെ വളരെ വിചിത്രമായിട്ടൊരു നോട്ടം നോക്കി. എന്നിട്ട് ചോദിച്ചു, ആർ യു റിലീജിയസ്? ഫോർ എ റിലീജിയസ് prayer time is not 1 hour or 2 hours but 24 hours. ഒരു സമർപ്പിതനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 24 മണിക്കൂറും പ്രാർത്ഥനയാണെന്ന് അദ്ദേഹം അന്നൊക്കെ പഴയ ലത്തീൻ ആരാധനാക്രമത്തിൽ രാത്രി 12 മണിക്ക് പ്രാർത്ഥനയുണ്ട്, മിഡ് നൈറ്റ് പ്രെയർ. അത് ലത്തീൻ ഭാഷയിൽ തന്നെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ തന്നെ രാത്രി 12 മണിക്ക് ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു, 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും പ്രാർത്ഥനയിൽ നിന്ന് വേർതിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടുകൂടി, പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായിരിക്കും, സന്തോഷത്തിൻ്റെ ജീവിതമായിരിക്കും, വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെല്ലാം മാറിപ്പോകും. ഈശോ പ്രാർത്ഥിച്ചതുപോലെ, യോന പ്രാർത്ഥിച്ചതുപോലെ, പാപിനിയായ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, അങ്ങനെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, അനുതാപമായിക്കോട്ടെ, യാചനയായിക്കോട്ടെ, എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് നിഷ്കളങ്കനും നീതിമാനുമായൊരു വ്യക്തിയുടെ ഹൃദയവികാരങ്ങൾ അതെന്ത് തന്നെയായാലും കർത്താവിൻ്റെ മുന്നിൽ പകരുകയാണ്. നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം കർത്താവിൻ്റെ മുന്നിലേക്ക് പകരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. വളരെ ലളിതമായിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് ഒരേ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെ ഈശോയോട് പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അവിടെ നിന്ന് ഏറ്റെടുക്കും. നമുക്കെപ്പോഴും അവിടെ നിന്ന് സന്തോഷം നൽകും, ആനന്ദത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈശോയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇൻ യുവർ പ്രസൻസ് ദെർ ഈസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. 16 സങ്കീർത്തനം 16:11 പറയുന്നു, നാം വായിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളത്. ആ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും യാതനകളും അവിടത്തേക്കുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ അവിടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, വിശുദ്ധിയുടെ പൂർണ്ണതയുണ്ട്, വിശുദ്ധിയുടെ ആനന്ദമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഈ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വേദനയായിരിക്കാം, സന്തോഷമായിരിക്കാം, ഒരുപക്ഷെ യാചനയായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോപമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം അങ്ങുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരാത്മീയ മനുഷ്യരായിട്ട് എന്നും ജീവിക്കുവാനും, അങ്ങനെ നിന്നിൽ ഞങ്ങൾ വിലയം പ്രാപിക്കുന്നത് വരെ നിന്നോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കുവാനും, അങ്ങ് നൽകുന്ന ആ വിശുദ്ധിയുടെ ആനന്ദം അനുഭവിക്കാനും ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകുന്ന വിശുദ്ധിയുടെ അനുഗ്രഹം, വിശുദ്ധിയുടെ ആനന്ദം എന്നുമെന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.